നമസ്കാരം. ഞാൻ ഡോക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരളത്തിലും അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ SC പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 63 വേക്കൻസികളാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഭാഗങ്ങളാണ് ഒഴിവുകൾ. ഇതിനെക്കുറിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് മെയ് 19 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ വിവിധ ലബോറട്ടറികളിലേക്കാണ് ഈ വേക്കൻസികൾ. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി BE അല്ലെങ്കിൽ BTech ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഗേറ്റിന്റെ സ്കോർ കൂടി വേണം എന്ന കാര്യം പ്രത്യേകം. ഗേറ്റ് 2024 അല്ലെങ്കിൽ 2025 സ്കോർ ഉണ്ടായിരിക്കണം. വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം സയന്റിസ്റ്റ് എഞ്ചിനീയർ SC ഇലക്ട്രോണിക്സ്, അതിന് 22 ഒഴിവുകളാണുള്ളത്. അതേപോലെ അടുത്തത് സയന്റിസ്റ്റ് എഞ്ചിനീയർ SC മെക്കാനിക്കൽ 33 ഒഴിവുകളാണുള്ളത്. സയന്റിസ്റ്റ് എഞ്ചിനീയർ SC കമ്പ്യൂട്ടർ സയൻസ് 8 ഒഴിവുകളാണുള്ളത്. അത് എവിടെയൊക്കെയാണ് വേക്കൻസികൾ എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് വേക്കൻസികൾ ഉള്ളത് ബംഗളൂരുവിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, ശ്രീഹരിക്കോട്ടിലും തിരുവനന്തപുരം BSS തിരുവനന്തപുരത്തും ഉണ്ട്. അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസികൾ ബംഗളൂരു, മഹേന്ദ്രഗിരി, ശ്രീഹരിക്കോട്ട, തിരുവനന്തപുരം, വലിയമല എന്നീ സെന്ററുകളിലുള്ളത്. കമ്പ്യൂട്ടർ സയൻസിൽ 8 വേക്കൻസികൾ ബംഗളൂരു, ഹസൻ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളിലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ, അതേപോലെ മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിലെ വേക്കൻസിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ BE അല്ലെങ്കിൽ BTech ബിരുദം 65% മാർക്കോടെ പാസ്സായവരായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അവർക്ക് CGPA ആണെങ്കിൽ 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 6.84 CGPA ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം ഗേറ്റ് 2024 അല്ലെങ്കിൽ 2025 പാസ്സായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. റാങ്ക് അനുസരിച്ചായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പോസ്റ്റ് ടെമ്പററി ആണ്, പക്ഷേ അത് ലൈക്ക് ടു കണ്ടിന്യൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് മെയ് 19 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ആ ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ പ്രായം കാൽക്കുലേറ്റ് 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. എന്നാൽ റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നിർബന്ധമായി ഗേറ്റ് 2024 അല്ലെങ്കിൽ ഗേറ്റ് 2025 വർഷങ്ങളിൽ ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിലുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്കൊക്കെ ISROയുടെ വെബ്സൈറ്റ് ആയ www.isro.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അത് നിങ്ങൾ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിച്ചു വെക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് ISROയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കുക. അത് നോൺ റീഫണ്ടബിൾ ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. അതേപോലെ വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും മാത്രം ഫീസ് കൊടുത്താൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരെ, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ ഇവരൊന്നും ഫീസ് കൊടുക്കേണ്ടവർ. ബാക്കി എല്ലാവരും 250 രൂപ ഫീസ് ഓൺലൈനായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സ് ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴി ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ. കൂടുതൽ ആളുകളിൽ മാത്രമേ ടെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ശമ്പള സ്കെയിൽ വരികയാണെങ്കിൽ അടിസ്ഥാന ശമ്പളം തന്നെ 56,100 രൂപയാണ്. മികച്ച ഒരു ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ. തുടക്ക ശമ്പളം തന്നെ ഏകദേശം 80,000 90,000 വരെ ലഭിക്കാം എന്ന കാര്യം കൂടി വന്നിരിക്കും. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് അപ്പം https://www.isro.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ്. ഇതിലേക്ക് താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. 2025 മെയ് 19 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടിയുണ്ട്. 2025 മെയ് 21 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ടും കഴിയും. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്ത് എത്രയും വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.